ഹായ്, വെൽത്ത് ടോക്ക് എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും പേഴ്സണൽ ഫൈനാൻസിനെ കുറിച്ചുമാണ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ പൊതുവെ രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ പൊതുവെ കേൾക്കുന്നത്. ഇറ്റ് ഈസ് വെരി റിസ്കി, കയ്യിലുള്ള പണം കളയാനുള്ളൊരു സ്ഥലം. പിന്നെ രണ്ടാമത്, പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള സ്ഥലം, അല്ലെങ്കിൽ ഓവർനൈറ്റ് കോടീശ്വരനാവാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നിങ്ങനെ പൊതുവെ രണ്ട് അഭിപ്രായങ്ങളാണുള്ളത്. സത്യത്തിൽ ഇത് രണ്ടും തെറ്റായ കൺസെപ്റ്റാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് റിസ്കി എന്ന് വെച്ച് കയ്യിലുള്ള പണം മുഴുവൻ കളയാനുള്ള സ്ഥലമല്ല, മറിച്ച് തീർച്ചയായും പണം ഉണ്ടാക്കാനുള്ള സ്ഥലം തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. മറ്റ് ഏതൊരു അസറ്റ് ക്ലാസ്സിനേക്കാളും വേഗത്തിൽ നമ്മുടെ പണം വളരാൻ തീർച്ചയായും സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചാൽ സാധിക്കും എന്നുള്ളത് വളരെ സത്യമാണ്. പക്ഷേ എല്ലാറ്റിനും നമ്മുടെ ഒരു നോളജ്, ഒരു അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയാതെ ആരെങ്കിലും എന്തെങ്കിലും പല ടിപ്സുകളും ഒക്കെ പറയുന്നത് കേട്ട് നമ്മുടെ ഹാർഡ് ഏൺ മണി ഇൻവെസ്റ്റ് ചെയ്യേണ്ട സ്ഥലമല്ല സ്റ്റോക്ക് മാർക്കറ്റ്. ഓരോ സ്റ്റോക്കിനെ കുറിച്ച് പഠിച്ച്, കമ്പനിയെക്കുറിച്ച് പഠിച്ച്, ആ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസിനെക്കുറിച്ച് മനസ്സിലാക്കി, അവരെ ഓരോ ക്വാർട്ടറിലും അതിൽ ഉണ്ടാകുന്ന റിസൾട്ട് നോക്കി, അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എല്ലാം പഠിച്ച് മനസ്സിലാക്കി, അങ്ങനെയുള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ തീർച്ചയായും ബാങ്കിലെ FD റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ ഇരട്ടിയിലോ അതിൽ കൂടുതലോ തീർച്ചയായും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നേടാൻ സാധിക്കും എന്നത് വളരെ സത്യമാണ്. ഒരുപാട് പ്രൈസ് ഫ്ലക്ച്വേഷൻസ് വരുന്ന സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഒരു സ്റ്റോക്കിൻ്റെ വില 50 രൂപയിൽ നിന്ന് 100 രൂപയിലേക്ക് ഉയരാൻ ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ മതി. അതേപോലെ തന്നെ 50 രൂപയിൽ നിന്ന് അതേ സ്റ്റോക്കിൻ്റെ വില 25 രൂപയിലേക്കോ 20 രൂപയിലേക്കോ വരാനും അത്രയും ദിവസം മതി, അല്ലെങ്കിൽ അത്രയും മാസങ്ങളോ മതി. ഫോർ എക്സാമ്പിൾ, 50 രൂപയുടെ 100 ഷെയർ നമ്മൾ 5000 രൂപയ്ക്ക് വാങ്ങിയാൽ ആ 5000 രൂപ 10000 രൂപയാവാനോ, അതേപോലെ തന്നെ ആ 5000 രൂപ 2000 2500 ആവാനോ വെറും ദിവസങ്ങളോ മാസങ്ങളോ മതി എന്നർത്ഥം. ഓക്കെ, ഇനി ഇതൊക്കെ പഠിക്കാനൊന്നും നമുക്ക് സമയമില്ല അല്ലെങ്കിൽ അറിയില്ല എന്നാലും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിനാണ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ എമൗണ്ട്, നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പണം നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മ്യൂച്വൽ ഫണ്ടിലെ പ്രൊഫഷണൽ ആയ ഫണ്ട് മാനേജേഴ്സ് നമുക്ക് വേണ്ടി സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റായി ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ പണം മാക്സിമം എത്രയും വേഗത്തിൽ വളരാൻ നമ്മളെ സഹായിക്കും. ഓക്കെ, ഇനി ഈ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ പിന്നീടൊരു അവസരത്തിൽ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായി ഈ ചാനലിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പേഴ്സണൽ ഫൈനാൻസിനെ കുറിച്ചാണ്. എന്താണ് പേഴ്സണൽ ഫൈനാൻസ്? പേഴ്സണൽ ഫൈനാൻസിൽ മെയിനായിട്ട് വരുന്നത് പണം എങ്ങനെ സമ്പാദിക്കാം, പണം എങ്ങനെയൊക്കെ ചിലവാക്കണം, പണം ചിലവാക്കിയതിന് ശേഷം എങ്ങനെ സേവ് ചെയ്യണം, പിന്നെ പണം എങ്ങനെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്രമേണ നമ്മളൊരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തും. എന്താണ് ഫൈനാൻഷ്യൽ ഫ്രീഡം? നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സാധിക്കാൻ മറ്റൊരാളുടെ ആശ്രയമില്ലാത്ത ഒരവസ്ഥ, അതാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം. അത് ഒരിക്കൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും അല്ലേ? ഈ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമല്ല. അത് ഒരാഴ്ചയോ ഒരു മാസമോ വർഷങ്ങളോ എടുത്താൽ മതിയാവില്ല. ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ എടുക്കേണ്ടി വരും നമുക്ക് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിപ്പെടാൻ. ഇത് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അറിവിലുള്ള മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.